നവംബർ 14 ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നിന്ന് സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ വായിച്ചിരിക്കേണ്ട ടോപ്പിക്കുകളുടെ ലിസ്റ്റാണിത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സുപ്രീം കോർട്ട് പുട്സ് ബ്രേക്സ് ഓൺ ബുൾഡോസർ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ പേജിൽ നിന്നുള്ള വാർത്തയാണ്. പ്രത്യേകിച്ചും ഈ ഒരു കുറ്റവാളികളെന്ന് ആരോപിക്കുന്ന ആൾക്കാരുടെ വീടുകൾ പോലീസ് തകർക്കുന്നതിനെതിരെ സുപ്രീം കോടതി ശക്തമായിട്ട് ഇടപെടുകയാണ് ആദ്യത്തെ വിഷയം. ആ ഒരു വിഷയം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതായിട്ട്. രണ്ടാമത് കേരളത്തിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. അത് 6ാമത്തെ പേജിലാണ്. സീ റാഞ്ചിങ് എന്താണ്? മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള സീ റാഞ്ചിങ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും ആ ഒരു ടേം ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനുമായി ബന്ധപ്പെട്ടും എക്കോസിസ്റ്റം റീസ്റ്റോറേഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ്. അപ്പോൾ ഈ സീ റാഞ്ചിങ് എന്താണെന്ന് മനസ്സിലാക്കുക. അടുത്തത് പേജ് 8ലുള്ള എഡിറ്റോറിയലുകളാണ്. ആദ്യത്തെ എഡിറ്റോറിയൽ സർപ്രൈസ് ഹൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ ഇൻഫ്ലേഷൻ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 6.2 വർദ്ധിച്ചത് കഴിഞ്ഞ ദിവസം ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നു. അതുമായി വന്നിട്ടുള്ള എഡിറ്റോറിയലാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഇൻഫ്ലേഷൻ വർദ്ധിക്കാൻ കാരണം? അത് ഈ ഒരു റേറ്റ് കട്ടിനെ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനെ എങ്ങനെയാണ് സ്വാധീനിക്കുക എന്നുള്ളതാണ് ഈ ഒരു എഡിറ്റോറിയൽ സൂചിപ്പിക്കുന്നതായിട്ടുള്ളത്. അടുത്തത് മണിപ്പൂരിൽ നടക്കുന്ന എത്നിക് കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ടാണ്. ഈ ഒരു എത്നിക് കോൺഫ്ലിക്റ്റ് ഇതുവരെ തീർപ്പാക്കാൻ പറ്റിയിട്ടില്ല. നിലവിൽ അവിടെ സമാധാനം കൊണ്ടുവരേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് മണിപ്പൂർസ് മിസറി എന്ന് പറയുന്ന പേജ് നമ്പർ 8ലുള്ള എഡിറ്റോറിയൽ പറയുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത പെർഫെക്റ്റ് കോക്ടെയിൽ ഓഫ് ലെയേർഡ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഡീലിമിറ്റേഷൻ പ്രോസസ്സിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് അതിന്റെ ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി അതുപോലെ തന്നെ ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രോസസ്സാണ്. അതിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ചും ഡീലിമിറ്റേഷൻ പ്രോസസ്സ് ജനസംഖ്യാടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചും അത് ഫെഡറലിസത്തെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളതുമാണ് ഈ ഒരു എഡിറ്റോറിയൽ പറയുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പ്രത്യേകിച്ചും മെഡിസിൻ മായി ബന്ധപ്പെട്ടാണ്. CKM സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു കാർഡിയോ വാസ്കുലാർ കിഡ്നി മെറ്റബോളിക് സിൻഡ്രോം, എന്താണ് അതിൻ്റെ ത്രെട്ട് വർദ്ധിച്ചു വരാൻ കാരണം എന്നുള്ളതാണ് ഈ പേജ് 8ലുള്ള ദ CKM സിൻഡ്രോം ആസ് എ പ്രൈസ് ഓഫ് മോഡേണിറ്റി എന്ന് പറയുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നതായിട്ടുള്ളത്. അടുത്തത് PMUY എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ സ്കീമുമായി ബന്ധപ്പെട്ട് അത് ജമ്മു ആൻഡ് കാശ്മീരിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് പേജ് 9ലെ ദ ഇമ്പാക്ട് ഓഫ് PMUY ഇൻ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത മുനിസിപ്പൽ കോർപ്പറേഷന്റെ ടാക്സ് റവന്യൂമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ വളരെ പ്രധാനപ്പെട്ട ലോക്കൽ ഗവേണൻസിൽ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നതാണ്. അവരുടെ പ്രവർത്തനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അവർക്ക് കിട്ടുന്ന ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടാക്സ് റവന്യൂവിന്റെ ഇമ്പാക്ട് എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ. അതെങ്ങനെയാണ് മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നതെന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. അടുത്തൊരു വാർത്ത ജിയോഗ്രഫിയുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോഴാണ്. അതായത് വോൾക്കാനിക് ഇറപ്ഷൻസ് ബാലിയിലേക്കുള്ള ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ മൗണ്ട് ലെവോത്തോബി ലാക്കി വോൾക്കാനോ എവിടെയാണ്, എന്താണ് അതിന്റെ ഇമ്പാക്റ്റ്, ആ ഒരു വോൾക്കാനിക് ഇറപ്ഷനുമായി ബന്ധപ്പെട്ട ഡിസ്കഷനാണ് ആ ഒരു വാർത്തയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അടുത്തത് ഇന്ത്യയും US തമ്മിലുള്ള ഓഷ്യൻ ഡയലോഗ്, ആദ്യത്തെ ഓഷ്യൻ ഡയലോഗ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ ഇന്ത്യ US ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പായിട്ട് ഇതിനെ കരുതാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താണ് ഈ ഒരു ഓഷ്യൻ ഡയലോഗ്, എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ്, എന്താണ് അത് ഇന്ത്യയും US തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെയാണ് മെച്ചപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത COP29 നടക്കുന്നുണ്ട്. ബക്കൂല്, അസർബൈജാനിലെ ബക്കൂല് നടക്കുന്നുണ്ട്. അതിൽ 2030 $5 ട്രില്യൺ ക്ലൈമറ്റ് ആക്ഷൻ പ്ലാന്റെ ഡ്രാഫ്റ്റ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബക്കൂല് നടക്കുന്ന COP29മായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് കുറേ ദിവസങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അതിൽ നടക്കുന്ന ഒരു ഡിസ്കഷന്റെ അപ്ഡേറ്റ് ആണിത്. അപ്പോൾ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതിലേക്ക് ആഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിന്റെ തീരുമാനങ്ങളിലേക്ക് ആഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വാർത്ത ബുക്കർ പ്രൈസിന്റെ സമ്മാനദാനവുമായി ബന്ധപ്പെട്ടാണ്. ബ്രിട്ടീഷ് റൈറ്റർ ആയിട്ടുള്ള ഹാർവി വിൻസിന് ബുക്കർ പ്രൈസ് ലഭിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ എന്താണ് ബുക്കർ പ്രൈസ്, എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ്, ഈ ഒരു ഹാർവി വിൻസ് ആരാണ് തുടങ്ങിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത ടീ, ഷുഗർ തുടങ്ങിയിട്ടുള്ള എക്സ്പോർട്ടുകളിലുള്ള സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ അല്ലെങ്കിൽ അൺസസ്റ്റൈനബിൾ ആണ് ഈ ഒരു എക്സ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ അഗ്രികൾച്ചർ അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു ടോപ്പിക്കിനെ നമുക്ക് റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മളുടെ രാജ്യത്ത് പ്രത്യേകിച്ചും ഈ ഒരു അഗ്രികൾച്ചർ കൊമോഡിറ്റീസ് ആയിട്ടുള്ള ടീ, ഷുഗർ, മില്ലറ്റുകൾ ഇതിന്റെ സസ്റ്റൈനബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ, പ്രത്യേകിച്ചും എക്കണോമിക് ഗ്രോത്തിനും അതുപോലെ തന്നെ എക്കോളജിക്കൽ സോഷ്യൽ കൺസിഡറേഷൻസ് എങ്ങനെയാണ് ഈ ഒരു ടോപ്പിക്കിൽ നോക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നുണ്ട്. ഈ ഒരു സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ് ആണ് അവിടെ റേസ് ചെയ്യുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത ആഫ്രിക്കൻ എലിഫന്റുകളുടെ കൗണ്ടിൽ
വലിയ ഒരു കുറവുണ്ടായതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആർട്ടിക്കിളാണ്. അപ്പോൾ ഈ ഒരു ആഫ്രിക്കൻ എലിഫന്റിന്റെ എണ്ണത്തിൽ ഇത്രയും കുറവുണ്ടാവാൻ കാരണം എന്താണ്, അവർ നേരിടുന്ന ത്രെഡ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഈ ഒരു കാണുന്ന സാവന്ന എക്കോസിസ്റ്റത്തെ കുറിച്ചുള്ള ഒരു മെൻഷനിങ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു സാവന്ന എക്കോസിസ്റ്റം എന്നുള്ളതും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയുമാണ് ന്യൂസ് പേപ്പർ എന്നുള്ള ആർട്ടിക്കിൾ. ഹിന്ദുവിന്റെ ഡിജിറ്റൽ എഡിഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഫോളോയിങ് ദ ഹു ഗൈഡ് ലൈൻ, സോഡിയം കണ്ടന്റ് പാക്കേജ്ഡ് ഫുഡ് ഉള്ളത് എങ്ങനെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്, അല്ലെങ്കിൽ പാക്കേജ്ഡ് ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യയിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ആർട്ടിക്കിളാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ വർദ്ധിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള വേൾഡ് ബാങ്കിന്റെ ഒരു റിപ്പോർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതുമായിട്ടൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ആരോഗ്യ സംവിധാനവുമായി ബന്ധപ്പെട്ടൊക്കെ ലിങ്ക് ചെയ്തിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒരു ആർട്ടിക്കിൾ ലിങ്ക് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വാർത്ത വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ തന്നെ മറ്റൊരു വാർത്തയാണ്. പ്രത്യേകിച്ചും അത് ഡയറ്ററി അതുപോലെ തന്നെ ചൈൽഡ് ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിലെ 77% കുട്ടികളിലും ഈ ഒരു ഡൈവേഴ്സിറ്റി ഓഫ് ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ ഡയറ്റ് ഉണ്ട്. അത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്താണ് മിനിമം ഡയറ്ററി ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെയുണ്ട്, അത് മനസ്സിലാക്കേണ്ടതായിട്ട്. എന്താണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ന്യൂസിൽ അല്ലെങ്കിൽ അവരുടെ സ്റ്റഡിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ന്യൂസ് ടോപ്പിക്കുകളാണ് ഇന്ന് നമുക്ക് ഡിസ്കഷൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡെയിലി ഓരോ ദിവസവും പഠിക്കേണ്ടതായിട്ടുള്ള ന്യൂസ് ടോപ്പിക്കുകളെ സംബന്ധിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള വീഡിയോകൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേണേഴ്സ് ശ്രമിക്കുന്നതാണ്.